ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചക്കടയായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയത്, നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കൂല ആ ഒരു പൊടി കൊണ്ടാണ് നമ്മൾ അട ഉണ്ടാക്കുക സാധാരണ. ഞാനത് പുട്ടുപൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടി കുറച്ച് ചക്ക മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു അളവിൽ പുട്ടുപൊടിയാണ് കേട്ടോ. ഇത് ഓട്സിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ, സാധാ അരിപ്പൊടിയല്ലേ. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഭാഗത്തോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകം, ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ച ചക്കയാണ് കേട്ടോ. എല്ലാവരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ ഇലയട ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാറ്. എല്ലാവരും എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഈ ചക്കയുടെ ഉണ്ടാക്കണം ഞാൻ കണ്ടേക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ ഉണ്ടാക്കണ ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണത്. നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണത് ശർക്കര പാനിയാണ്. ഇത് ഞാൻ ഇന്നലെ ചക്ക പായസം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസാണ് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തേക്കണം. ചക്കപ്പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇലയിടയ്ക്കൊക്കെ കുഴയ്ക്കൂലേ നമ്മൾ, അതുപോലെ അങ്ങ് കുഴച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളിത് ഈ ഓരോ ഇലയിൽ പരത്തിയെടുക്കാം. ഇപ്പം നമ്മളിതൊക്കെ കാണിക്കണ സ്പീഡിൽ കാണിച്ചു പോകണമെന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. പിന്നെ നമ്മൾ സാധാരണ തേങ്ങ ഇടൂലേ ഇലയിടയ്ക്ക് സൈഡിലൊക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ ഈ ചക്കട ഉണ്ടാക്കുക കേട്ടോ. അതാ ഞാൻ പറയണ, മറ്റുള്ളവർ ഉണ്ടാക്കണ പോലെയല്ല. പിന്നെ നമ്മൾ ശർക്കര നീര് ഒഴിച്ച് അത് ഒരുമിച്ച് കുഴച്ചല്ല, ഞാനിത് ശർക്കര പൊടിച്ചിട്ട്, ഒരുപാടല്ല, കുറച്ച് കഷ്ണമായിട്ട് പൊടിച്ച് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും കേട്ടോ. മോൾക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടം കേട്ടോ. മോൾക്ക് കുറച്ച് അധികം ശർക്കര വേണം, ഇത് കുറവാണ്, ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. നിങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കണത്. പിന്നെ നമ്മളൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് ആവി കയറ്റാം കേട്ടോ. ഒരു 10-15 മിനിറ്റോളം ആവി കയറ്റിയാൽ മതിയേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, കൈ കൊണ്ട് എടുക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. അപ്പം ഞാനൊരു തവി കൊണ്ടൊക്കെ എടുത്ത് ഇട്ടു. ഇങ്ങനെ ഇനി ചക്കട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഓട്സിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് ചക്കട ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുക്കൂലേ, പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയപ്പോഴും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, അതുപോലെ തന്നെ ഇരിക്കണേ. ആവശ്യത്തിന് മധുരമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ വേഗം തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.